ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡിസംബർ മന്തൊക്കെ ആയതുകൊണ്ട് മോർണിംഗ് നല്ല വൈബാണ്. ഇവിടെ ദുബായിൽ അത്യാവശ്യം തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചൂടാവുന്ന സമയത്ത് ഭയങ്കര ചൂടും തണുപ്പാവുന്ന സമയത്ത് നല്ല തണുപ്പുമായിരിക്കും കേട്ടോ. ഞാൻ ദീപാവലിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റാണിത്. ഇതിപ്പോൾ ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും അതൊക്കെ റിമൂവ് ചെയ്യുള്ളൂ. തണുപ്പായതുകൊണ്ട് തന്നെ മോർണിംഗ് വാക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ റൂമിലിരുന്ന് തന്നെ എന്തെങ്കിലും യോഗ പോലെ ചെയ്യാമെന്ന് കരുതി. എനിക്ക് കറക്റ്റായിട്ട് യോഗേൻ്റെ ഒരു കാര്യവും അറിയില്ല കേട്ടോ. ഞാൻ വെറുതെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിനകത്തുള്ള പോലെ ചെയ്യുന്നതാണ്. ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ആവി പിടിക്കണം. എനിക്ക് നോസ് അലർജി ഉണ്ടായതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കി. 1 ഇയർ ആയിട്ട് ചായയും കാപ്പിയൊന്നും ഞാൻ കുടിക്കാറില്ല, അതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അവിടെ നടക്കാനൊക്കെ പോകാറുണ്ട് മോർണിംഗ് ഒക്കെ. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് പകൽ ടൈമിലൊക്കെ നമുക്കിതുപോലെ പുറത്തിറങ്ങിയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ദുബായ് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. അതുപോലെ ക്ലൈമറ്റ് നല്ല ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. റീൽസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടയേർഡായിപ്പോയി. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും റീൽസ് അങ്ങനെ എടുത്ത് ശരിയാവുന്നില്ല. 5-6 ടേക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കൂടുതൽ ടേക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവുള്ളൂ, ചിലപ്പോൾ റെഡി ആയില്ല എന്നും വരും. എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിരിയാണിയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതന്നെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. ഇവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് എന്നാലും നാട്ടിലെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ബിരിയാണി ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. വിൻ്റർ സീസൺ ആവുന്ന സമയത്ത് സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറയും. അപ്പം ഞാൻ ഈ ഒരു സീസൺ ആവുന്ന സമയത്ത് നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ ഇത്. എല്ലാ തവണയും ഞാൻ ക്രിസ്മസ് ട്രീ റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു. കഴിഞ്ഞ തവണ ഞാൻ വലിയൊരു ക്രിസ്മസ് ട്രീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ വലിയ ക്രിസ്മസ് ട്രീ നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഇത്തവണ വാങ്ങിച്ചു. ആ വലിയ ക്രിസ്മസ് ട്രീ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണ്ടെന്ന് കരുതി ഇത് ഞാൻ വെറുതെ ഒരു ഡേ ടു ഡേയിൽ പോയ സമയത്ത് ഒരു 7 ദിർഹത്തിന് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയിൽ വെക്കാമെന്ന് കരുതി. എല്ലാ ഈവനിങ്ങും ഞാൻ വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും കത്തിച്ച് വെക്കാറുണ്ട് ക്യാൻഡിൽസ്. പക്ഷേ കൂടുതൽ നേരം വെക്കാറില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടെ ഫയർ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അധികം നേരം കത്തിച്ച് വെക്കാറില്ല. ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്ന സമയത്ത് റൂമിൽ ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല പോസിറ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരമെങ്കിലും കത്തിച്ച് വെക്കുന്നത്.
തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.